اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹയ്യ അലൽ സ്വലാ കോഴ്സിലെ പഠിതാക്കളെ, അള്ളാഹു അപാരമായ അനുഗ്രഹത്താൽ നിസ്കാരത്തെ വന്നത് കഴിഞ്ഞ കൊണ്ട് ക്ലാസ് യഥാവിധം തുടർത്തി കൊണ്ടുവരാൻ സാധിച്ചു. ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇഅ്തിദാലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റുക്കൂഇന് ശേഷം നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് എഴുന്നേൽക്കുക. മുമ്പ് ഖിയാമിൽ നിൽക്കുമ്പോൾ ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലേക്ക് തന്നെ നിൽക്കുക എന്നതാണ് ഇഅ്തിദാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ നിൽക്കുക. അത് നമ്മൾ നിൽക്കുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരേണ്ടത്. ഇമാമും മഅ്മൂമുമായി കൊണ്ട് നിസ്കരിക്കുമ്പോൾ ഇമാം മാത്രം പറഞ്ഞാൽ മതി സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന്. മഅ്മൂം പറയേണ്ടതില്ല. മഅ്മൂം പ്രാർത്ഥന ചൊല്ലിയാൽ മതി. ഇമാമാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടത്. ഇവിടെ ഉയരുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിസ്കാരത്തിൽ കൈകൾ ഉയർത്തുന്ന 4 സന്ദർഭങ്ങൾ. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത്, രണ്ടാമത്തത് റുക്കൂഇലേക്ക് പോകുമ്പോൾ, മൂന്നാമത്തേത് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇഅ്തിദാലിലേക്ക് വരുന്ന സമയത്തും കൈകൾ ഉയർത്തണം. തക്ബീറത്തുൽ ഇഹ്റാമിന് ഉയർത്തിയതുപോലെ തന്നെ നമ്മുടെ ചുമല് വരെയോ അല്ലെങ്കിൽ ചെവിക്കുറ്റി വരെയോ കൈകൾ ഉയർത്തിക്കൊണ്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതോടൊപ്പം കൈകൾ ഉയർത്തുന്നു. അങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്. ഇതെല്ലാം ഒരേ സമയം നടക്കേണ്ട കാര്യമാണ്. എന്നാൽ ഉയർന്നു കഴിഞ്ഞതിന് ശേഷം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഏറ്റവും നല്ലത്, ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഉയരുമ്പോൾ തന്നെ, ഉയർന്ന് കൈകൾ ഉയർത്തുന്ന സമയത്ത് തന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതാണ് എന്നാണ് ഷെയ്ഖ് ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമാണ് പറയേണ്ടത് ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ. അല്ല, ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതുണ്ട്. ഇനി അവിടെ മറ്റൊന്ന്, നൃത്തത്തിന്റെ രൂപം ഏത് രൂപത്തിലാണ് നിൽക്കേണ്ടത്? കൈകൾ താഴ്ത്തിയിട്ടാണോ നിൽക്കേണ്ടത്, അതല്ല കൈകൾ കെട്ടിയാണോ നിൽക്കേണ്ടത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഇമാം ഇബ്നു അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇതൊരു വിശാലമായ കാര്യമാണ്. കൈകൾ കെട്ടുന്നവർക്ക് ഇഅ്തിദാലിൽ കൈകൾ, ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈ കെട്ടുന്നത് പോലെ തന്നെ ഇഅ്തിദാലിന് ശേഷം കൈ കെട്ടാവുന്നതാണ് എന്നും, അല്ല കൈ കെട്ടാതെ ഇർസാൽ ചെയ്യുക അഥവാ താഴ്ത്തിയിടാം, 2 രൂപത്തിലും ചെയ്യാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതൊരു വിശാലമായ വിഷയമാണ്. അത് ഇന്ന രൂപത്തിലേ ചെയ്യണം എന്ന് പറയേണ്ടതില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നാൽ ഒന്നുകൂടി പ്രമാണങ്ങളോട് യോജിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് കൈകൾ കെട്ടുക എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ് ഹദീസിൽ വന്ന പ്രയോഗങ്ങൾ. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമിലാണ്. ഖിയാമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ കെട്ടിക്കൊണ്ട് നിൽക്കലാണ്.
അപ്പോൾ കൈ കെട്ടുന്നതാണ് ഉത്തമം എന്നാണ് ഇത് കെട്ടണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ന്യായം. എന്നാൽ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിക്കൊണ്ട് കൈ കെട്ടി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നതാണ് അത് താഴ്ത്തിയിടാൻ പറയുന്നവരുടെയും ന്യായം. രണ്ടായിരുന്നാലും ശരിയാണ്, രണ്ട് രൂപത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ചില സമയങ്ങളിൽ കെട്ടിയും ചില സമയങ്ങളിൽ കെട്ടാതെയും ചെയ്യാം, അങ്ങനെയും ആകാം എന്നും പണ്ഡിതന്മാർ ഉണർത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എഴുത്തിതാലിൽ കൈ കെട്ടുകയും ചെയ്യാം, കൈ താഴ്ത്തിയിടുകയും ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് എഴുത്തിതാലിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ്. അത് അവിടെ പ്രധാനമായിട്ടും വരുന്നത് അൽഹംദുലില്ല, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. എഴുത്തിതാലിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ് പ്രധാനമായിക്കൊണ്ടും അവിടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമി അള്ളാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിച്ചവർ, ആ സ്തുതി അള്ളാഹു കേട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യണത്, പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന് തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് നമ്മോട് ചൊല്ലാനായി ആവശ്യപ്പെട്ടുള്ളത്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന പ്രാർത്ഥന, അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പറയേണ്ടത്. അൽഹംദുലില്ലാ എന്ന് പറയാം, അല്ലെങ്കിൽ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഇതാണ് ഇഅ്തിദാലിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന. ഒന്നുകൂടി വിശാലമായിക്കൊണ്ട് വലിയ പ്രാർത്ഥനകളും വന്നിട്ടുണ്ട്. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അതേപോലെ തന്നെ റബ്ബന ലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വൽ അർദ് വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് അഹ്ല الثناء والمجد أحق ما قال العبد وكلنا لك عبد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഇങ്ങനെയും ഇഅ്തിദാലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നതായിക്കൊണ്ട് പ്രാർത്ഥനകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ വന്നത് അത് പല സമയങ്ങളിലായി പല സിറ്റുവേഷനുകളിലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനകൾ പഠിക്കുകയും നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുക. ഇതാണ് ഇഅ്തിദാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അല. അവിടെ ഞാൻ ഒന്നുകൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാണ്. അഥവാ നമ്മൾ ഇഅ്തിദാലിലേക്ക്, റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുന്ന സമയത്ത് തന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട്, കൈകൾ ഉയർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചുമല് വരെയോ അല്ല എങ്കിൽ ചെവിക്കുറ്റി വരെയോ ആണ് കൈകൾ ഉയർത്തേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ കൈകൾ മടക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ കൈകൾ ചെരിച്ചു പിടിച്ചുകൊണ്ടോ ഒന്നും കൈകൾ ഉയർത്താൻ പാടില്ല. ഖിബ്ലക്ക് അഭിമുഖമായിക്കൊണ്ട് തന്നെ വിരലുകൾ ചേർത്ത് വെച്ച്, അങ്ങേയറ്റം ചേർത്ത് വെക്കുകയോ അല്ലെങ്കിൽ അങ്ങേയറ്റം പരത്തി വെക്കുകയോ അല്ലാതെ ഒരു നോർമൽ രൂപത്തിൽ പിടിച്ചുകൊണ്ട് ഖിബ്ലക്ക് അഭിമുഖമായിക്കൊണ്ട് തന്നെ ആയിരിക്കണം കൈകൾ ഉയർത്തേണ്ടത്. പിന്നീട് കൈകൾ വെക്കേണ്ടത് എവിടെ എന്നുള്ളതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രണ്ടും ശരിയാണ്. ഒന്നുകിൽ നെഞ്ചത്ത് തന്നെ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൈ താഴ്ത്തിയിടാവുന്നതാണ്. രണ്ടും ശരിയായ സമീപനം തന്നെയാണ്. മൂന്നാമത്തത് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്, ഇമാമും മഅ്മൂമുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമാണ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടത്, മഅ്മൂം പറയേണ്ടതില്ല. മഅ്മൂം അവിടെ പറയേണ്ടത് റബ്ബന വലക്കൽ ഹംദ് എന്നാണ്. റബ്ബന വലക്കൽ ഹംദ് എന്നോ അല്ലെങ്കിൽ റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്നോ അല്ലെങ്കിൽ മറ്റ് വന്ന സ്ഥിരപ്പെട്ടതായ പ്രാർത്ഥനകൾ, ഇതേത് പ്രാർത്ഥനയും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇതാണ് ഇഅ്തിദാലിന്റെ രൂപം. ഈ രൂപത്തിലാണ് ഇഅ്തിദാൽ നിർവഹിക്കേണ്ടത്. അപ്പൊ സുജൂദിൽ നിന്ന്, റുക്കൂഇൽ നിന്ന് നേരെ ഉയരുന്നു, ഇഅ്തിദാലാകുന്നു. അപ്പൊ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എത്തി. സാധാരണ നിസ്കാരത്തിൽ 4 ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. 1 ഖിയാമ്, 2 റുക്കൂഅ്, 3 ഇഅ്തിദാൽ, 4-മത്തത് സുജൂദ്, 5-മത്തത് തശഹുദ്, ഇരുത്തം. അങ്ങനെ 5 ഘട്ടങ്ങളാണ് നമുക്ക് നിസ്കാരത്തിലുള്ളത്. ഖിയാമ്, 4 ഘട്ടങ്ങൾ, ഖിയാമ്, റുക്കൂഅ്, സുജൂദ്, തശഹുദ്, ഇങ്ങനെ 4 ഘട്ടങ്ങളാണ്. അപ്പൊ അതിൽ ഇഅ്തിദാല് ഖിയാമിന്റെ ഭാഗത്താണ് വരുന്നത് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാം, ആ ഭാഗത്ത് ഒന്ന് ചേർത്ത് മനസ്സിലാക്കുക. അപ്പൊ ഇഅ്തിദാല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാല് കുത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക എന്നതാണ്. അവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാല് ആണോ ആദ്യം കുത്തേണ്ടത്,
കൈയാണോ ആദ്യം കുത്തേണ്ടത്, അതേപോലെ തന്നെ സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്, സുജൂദിലെ പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സുജൂദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് എഴുത്തിദാലുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ മസലകൾ മാത്രമാണുള്ളത്. എന്നാൽ സുജൂദിൽ കുറച്ച് അധികവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സുജൂദ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് വളരെ അത്യാവശ്യമായിക്കോട്ടെ എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഫഹദ വല്ലാഹു അലം ഫിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളി, ചോദിക്കാനുള്ളവർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നമ്മളിപ്പോ ഇമാമിന്റെ കൂടെ സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ നമ്മള് പറഞ്ഞോണ്ട് എന്തേലും ഇതുണ്ടാ? അത് പറഞ്ഞത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയാമെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ചർച്ച ചെയ്തെടുത്ത് പറയണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവിടെ ശരിയായത് നമ്മൾ പറയേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ പിന്നെ നമ്മൾ അറിയാതെ പറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് ഇപ്പം ഇമാമായിട്ട് നമസ്കരിക്കുന്ന സമയത്ത് സൂറത്ത് ഒന്നും നമ്മൾ ഓതണ്ടേ? അപ്പൊ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ മാത്രമാണ് നമുക്ക് ഓതാനുള്ളത്. മനസ്സിൽ അത് അവരുടെ കൂട്ടത്തിൽ കേട്ട് ഇന്നാ മതി. ഫാത്തിഹ മാത്രമാണ് ഓതാനുള്ളത്. ബാക്കി ഖുർആൻ ഓതുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നതാണ് മൗമൂമിനെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. മൗമൂം സൂറത്ത് ഓതേണ്ടതില്ല. അപ്പം നമ്മള് റുക്കൂലിലേക്കൊക്കെ പോകുമ്പോഴും എല്ലാം നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞ് സമി അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോ അങ്ങനെ പറയണ്ടെന്നാണോ പറയുന്ന? അല്ല, സമി അല്ലാഹു ലിമൻ ഹമിദ മാത്രമാണ് പറയേണ്ടെന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം പറയണം. ബാക്കിയെല്ലാം പറയണം. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മറുപടി ആയിക്കൊണ്ട് റബ്ബന വലക്കൽ ഹംദ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. റബ്ബന വലക്കൽ ഹംദ്, അത് ഈ സമി അല്ലാഹു ലിമൻ ഹമിദക്ക് പകരമാണ് റബ്ബന വലക്കൽ ഹംദ് എന്നുള്ളത്. അതുകൊണ്ടാണ് അത് പറയേണ്ടതാണ് പറയുന്നത്. അത് ശരി. അപ്പൊ അതിന് പകരമായിക്കൊണ്ടാണ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതിന് പകരമായിക്കൊണ്ട് ആണ് നമ്മൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനെ, നമ്മളിപ്പോ സുജൂദില് പോയി, സുജൂദില് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ സുന്നത്തൊക്കെ നിസ്കരിക്കുന്ന സമയം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ ചിലര് പറയുമല്ലോ എല്ലാം മലയാളത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് നമുക്ക് ആ വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. തുടക്കം മുതൽ പറഞ്ഞ് തീർക്കാനുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. വിശദമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ജുമാ നമസ്കാരം സ്ത്രീകൾക്ക് ഫർളാണോ സുന്നത്താണോ? ജുമാസ്കാരം ആകട്ടെ മറ്റേത് ജമാഅത്ത് നിസ്കാരങ്ങളാകട്ടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമുള്ള കാര്യമല്ല. എങ്ങനെ നമ്മളിപ്പോ ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്താ നെയ്യത്ത്? നിങ്ങൾ ജുമാ നിസ്കരിക്കാണെന്നുള്ള നിയത്ത് മതി. അത് ഫർളെന്നോ സുന്നത്തെന്നോ അങ്ങനൊന്നും വെക്കേണ്ടതില്ല. ജമാഅത്തായി നിസ്കരിക്കുന്നു മാത്രം. ജുമാ നിസ്കരിക്കാണെന്നുള്ളത് ഉദ്ദേശിച്ചാൽ മതി. അത് മനസ്സിൽ നമ്മളിതുണ്ടല്ലോ, ജമാഅത്താണ് എന്നുള്ളതും ജുമായാണ് എന്നുള്ളതും മനസ്സിലുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, അതുതന്നെയാണ് നിയ്യത്ത്. അതിന് പ്രത്യേകിച്ച് ലഫ്ലി ആയിക്കൊണ്ട് പറയേണ്ടതില്ല. അങ്ങനെയല്ലേ? ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? നമസ്കാരത്തിൽ എത്ര ഘട്ടങ്ങളാ പറഞ്ഞ? നിൽക്കല്, രണ്ടാമത്തത് റുക്കൂ, മൂന്നാമത്തത് സുജൂദ്, നാലാമത്തത് തശഹുദ്. ഈ 4 കാര്യങ്ങളാണ് നിസ്കാരത്തിലുള്ളത്. വേറെന്തെങ്കിലും? ഇത് റുക്കുവായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും
പള്ളിയിൽ നമ്മൾ ജുമ നിസ്കരിച്ചതിന് ശേഷം പിന്നെ രണ്ടുമായിട്ട് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണ്ടേ. അപ്പൊ എല്ലാവരും മിക്കവാറും ആൾക്കാരും 90% ആൾക്കാരും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ പള്ളിയിലാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കണം എന്നല്ലേ ഉസ്താദ്? എനിക്ക് ഓക്കെ, എപ്പോഴും നമ്മൾ ഈ വിഷയം മുമ്പ് സംസാരിച്ചിരുന്നു വിശദമായിട്ട്. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാക്ക് ശേഷം 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നോ, ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നാണ്. അപ്പൊ ഇതിനെ ജംഅ് ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്, പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ 4 എന്നും വീട്ടിൽ നിസ്കരിക്കാൻ 2 എന്നും. ഇത് 4 തന്നെ നിസ്കരിച്ചെങ്കിൽ ജുമാക്ക് ശേഷമുള്ള സുന്നത്താവുള്ളൂ എന്നില്ല. 2 റക്അത്ത് നിസ്കരിച്ചാലും ജുമാക്ക് ശേഷമുള്ള സുന്നത്താകും. ജുമാക്ക് മുന്നേ ഇല്ലേ സുന്നത്ത് നിസ്കാരം ഇല്ലേ? ജുമാക്ക് മുന്നേ അല്ല, ജുമാക്ക് ശേഷമാണ് പറയുന്നത്. മുന്നില്ല അല്ലെ? ജുമാക്ക് മുമ്പായിക്കൊണ്ട് പ്രത്യേകിച്ച് എണ്ണം നിർണയിച്ചുകൊണ്ടുള്ള നിസ്കാരങ്ങളില്ല, പൊതുവായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. ഒന്ന് പള്ളിയിൽ കയറിയാലുള്ള തഹിയ്യത്ത് ഉണ്ട്, അതല്ലാതെ പിന്നെ വസ്വല്ല മാ ശാഅ എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അഥവാ ഒരാള് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും നല്ല രൂപത്തിൽ വുളു എടുക്കുകയും എന്നിട്ട് എന്താ പറയാ സുഗന്ധം പുരട്ടുകയും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം പുരട്ടുകയും പള്ളിയിലേക്ക് നടന്നു വരികയും എന്നിട്ട് അവൻക്ക് നിർണയിച്ചത് അവൻ നിസ്കരിക്കുകയും ചെയ്താൽ വസ്വല്ല മാ ശാഅ എന്ന ഹദീസിലൊരു പ്രയോഗമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എത്ര റക്അത്ത് അവൻക്ക് എത്രയാണോ സൗകര്യമായത് അത്ര ഈ രണ്ട് റക്അത്ത് ആയിക്കൊണ്ട് എത്രയും നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിച്ചു, കുറച്ച് സമയം ഇരുന്ന് ഖുർആൻ ഓതി, കുറച്ചു നേരം പ്രാർത്ഥിച്ചു, പിന്നെ വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ചു, അങ്ങനെ ഇമാമ് വരുന്നവരെ അങ്ങനെ നിസ്കരിച്ചു. അല്ലെങ്കിൽ ഇനി ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഖുർആൻ ഓതി ദുആ ചെയ്ത് അങ്ങനെ കാത്തിരുന്നു, അങ്ങനെ എത്രയാവാം. അപ്പൊ അവിടെ നിസ്കാരത്തിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. അപ്പൊ എത്രയും നമുക്ക് നിസ്കരിക്കാം, 2 ആയിട്ട് എത്രയും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെ നിസ്കരിച്ച് ഇമാമിന്റെ ഖുതുബ കേൾക്കുകയും ചെയ്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഒരു ഹദീസിൽ റിപ്പോർട്ടർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഹദീസിന്റെ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, എത്രയും നിസ്കരിക്കാം എന്നാണ്. അത് എന്തെങ്കിലും നിസ്കാരം ലോഹറിന്റെ മുമ്പായിക്കൊണ്ട്, ജുമാക്ക് മുമ്പായിക്കൊണ്ട് നിശ്ചിത എണ്ണം സുന്നത്ത് നിസ്കാരം ഇല്ല. തഹയ്യത്ത് ഉണ്ട്, തഹയ്യത്തിന് പുറമെ അവർക്ക് 2 റക്അത്തായിട്ട് എത്രയും നിസ്കരിക്കാം സൗകര്യപ്രകാരം. പിന്നെ ഒന്നുകൂടി ഉസ്താദേ, ഈ ജുമ നിസ്കരിക്കുക നമ്മൾ യാത്രയിലാണ് വിചാരിക്കൂ, അപ്പൊ നമ്മളൊരു പള്ളിയിൽ ജുമാന്റെ സമയത്തെത്തി, അല്ല ഇൻ കേസ് നമ്മള് പിന്നെ ളുഹർ കഴിഞ്ഞ ഉടനെ, വെള്ളിയാഴ്ച ളുഹർ കഴിഞ്ഞ ഉടനെ നമ്മൾ യാത്ര പോവുകയാണ്. അപ്പൊ ആ ളുഹറിന്റെ കൂടെ ജുമാന്റെ കൂടെ പിന്നെ അസർ 2 റക്അത്ത് നിസ്കരിച്ചാ പോരെ കസറാക്കിയിട്ട്? ജുമായുടെ കൂടെ ജംആക്കാൻ പാടില്ല. ജുമായുടെ കൂടെ അസർ ജംആക്കാനോ കസറാക്കിയോ നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ യാത്രക്കാരാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി, ളുഹറും അസറും കൂടി ജമ്മും കസറായിട്ട് നിസ്കരിച്ചാൽ മതി. യാത്രയിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജുമ കഴിഞ്ഞ ഉടനെയാണെന്നുണ്ടെങ്കിൽ ഒരു ജുമ കഴിഞ്ഞ് അസറിന്റെ സമയത്ത് എവിടുന്നെങ്കിലും അസർ നിസ്കരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ജുമാന്റെ കൂടെ എന്തില്ല, ജമ്മു ചെയ്യാൻ പറ്റൂല, കസറും ഇല്ല, ജമ്മു ഇല്ല, കസറും ഇല്ല ജുമായുടെ കൂടെ. പിന്നെ ഞാൻ മുന്നിലത്തെ ഒരു ക്ലാസ്സിന്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ ആദ്യം നീയത്ത് ചെയ്ത് കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദുആ ഓതി കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതണം എന്ന് പറഞ്ഞു. ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദും ബിസ്മിയും ഓതണം. നമ്മളിപ്പോ ഔദ് ഓതാൻ മറന്നുപോയി, നമ്മൾ ബിസ്മി അങ്ങ് ഓതി കഴിഞ്ഞാല് അത് നിർത്തിയിട്ട് വീണ്ടും ഔദും ബിസ്മി ആയിട്ട് തുടങ്ങണം. ബിസ്മിയും തുടങ്ങി ഫാത്തിഹ കണ്ടിന്യൂ ചെയ്താൽ ആവശ്യമില്ല, കുഴപ്പമില്ല. ഔദും ബിസ്മിയും ഒക്കെ ഓതുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിലെ സുനനുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സുന്നത്തായ കാര്യമാണ്. നിസ്കാരത്തിലെ സുനനുകളിൽ പെട്ടതാണ് ഔദു ബിസ്മി ഒക്കെ ഓതുക എന്നുള്ളത്. അപ്പൊ സുനനുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്, അതൊരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫാത്തിഹ ഓതി തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ ഔദ് ഓതിയിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ അത് നിർത്തിയിട്ട് ഔദ് ഓതാൻ പാടില്ല. ഇല്ല, ബിസ്മിയും പറഞ്ഞപ്പോഴാണ് ഔദ് ഓതുന്നത് തോന്നി ഓർത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ തുടങ്ങിയപ്പോ നമ്മൾ ഔദ് ഓതിയിട്ടില്ല, അപ്പൊ വീണ്ടും ഔദ് തുടങ്ങണം. ഔദ് ഓതിയിട്ട് അങ്ങനെങ്കിൽ ഔദ് ഓതിയിട്ട് ബിസ്മി തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് ഔദുവിലേക്കോ ബിസ്മിയിലേക്കോ മടങ്ങി വരാൻ പാടില്ല. ഒരു റുക്കനിൽ നിന്ന് വാജിബിലേക്കോ സുന്നത്തിലേക്കോ മടങ്ങി വരാൻ പാടില്ല എന്നാണ്.
ഓക്കെ ശരി ഉസ്താദ്, എങ്കിൽ സാർ. അസ്സലാമു ജുമാ അലൈക്കും നിസ്കരിക്കുമ്പോൾ നമുക്ക് വറഹ്മത്തുള്ളാഹി. നിയത്ത് ലുഹറിന്റെ നിയത്ത് വെച്ചിട്ട് 2 റക്അത്ത് ജമാക്കിയിട്ട് 2 റക്അത്ത് അസർ അങ്ങനെ നിസ്കരിക്കാൻ പാടുവോ? എങ്ങനെ ജുമാ നിസ്കാരം ഇമാമ് ജുമാ നിസ്കരിക്കാണ്, പക്ഷെ ഞാൻ നിയത്ത് വെക്കുന്നത് ലുഹർ 2 റക്അത്ത്. ലുഹറും അസറും ജമ്മും കസറും അങ്ങനെ പറ്റില്ല. ആക്കാനുള്ളതാണ്. അത് പറ്റില്ല. അത് നിങ്ങൾ ജുമായിലാണ് അവിടെ പങ്കെടുക്കുന്നത്. അവിടെ നിങ്ങൾ ജുമായിലാണ് പങ്കെടുക്കുന്നത്. ഉം. അല്ല, നമുക്ക് ബാക്കിയെല്ലാം നിയത്ത് വെക്കാൻ ഖുതുബയിലാവട്ടെ പറ്റൂലേ? മറ്റ് കാര്യങ്ങളിലൊക്കെ ആവട്ടെ, ആ നിങ്ങൾ അവിടെ ജുമായിലാണ് പങ്കെടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഇമാമിന്റെ കൂടെ അല്ലാതെ അവിടെ ലോറ നിസ്കരിച്ചാൽ മതി. അങ്ങനെയാണ് മനസ്സിലാക്കാൻ ഇല്ല സാധിച്ചിട്ടുള്ളത്. ഉസ്താദെ, അല്ലാഹു ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ ഇമാമിനെ പിൻപറ്റാതെ നമ്മൾ സെപ്പറേറ്റ് നിയത്ത് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യരുത്, ജമ്മും കസറാക്കാൻ പറ്റത്തില്ലേ? അതെ. പക്ഷെ അവിടെയും തന്നെ യാത്ര തുടങ്ങിയവരായിരിക്കണം, യാത്രയിലുള്ളവരായിരിക്കണം. യാത്രക്കാർക്കാണ് ഖസർ എന്നുള്ളത്. ഇത് യാത്ര തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജം ആക്കാനുള്ള ഉദ്രവുമില്ല. അല്ല, യാത്ര തുടങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു അരമണിക്കൂർ എത്തി, പള്ളിയിലെത്തി, അവിടെ നിന്നാണ് നമ്മൾ ജുമാ നിസ്കരിക്കുന്നതാണെങ്കിൽ പറ്റുമല്ലോ. അപ്പോഴും വീട്ടിലെ ജുമായുടെ കൂടെ ജം ഇല്ല. കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ജുമായുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഖഹാക്കൾ അത് പറ്റൂല എന്ന് പറയാനുള്ള ഒരു കാരണം, ജുമായുടെ സമയം ളുഹയുടെ സമയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനസ്സിലായോ? അഥവാ ജുമാ അത് തുടങ്ങേണ്ടത് ളുഹന്റെ സമയം മുതൽ അസറിന്റെ സമയം വരെയുള്ള ഏത് സമയത്തും ജുമാ നിർവഹിച്ചാൽ അത് സ്വഹീഹാകും. അപ്പോ അങ്ങനെ വരുമ്പോ ഒരാൾ എന്ത് ചെയ്തു, ളുഹയുടെ സമയത്താണ് ജുമാ നിസ്കരിക്കുന്നത്, ആ സമയത്ത് തന്നെ അസറും ജുമാക്കി നിസ്കരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ളുഹറിന്റെ സമയമാകുന്നതിന്റെ മുമ്പായിക്കൊണ്ടാണ് അസർ നമ്മൾ നിസ്കരിക്കുന്നത്. അസറിനെ നമ്മൾ മുന്തിപ്പിക്കേണ്ടത് ളുഹറിന്റെ സമയത്തേക്കാണ്. അതിലും മുമ്പായി ളുഹയുടെ സമയത്തിലേക്ക് നമ്മൾ അസറിനെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഫുഖഹാക്കൾ എന്ത് ചെയ്യണത്, ളുഹറിന്റെ സമയത്തെ അസർ ജം ആക്കാൻ പാടുള്ളൂ, ജുമായിലേക്ക് അസറിനെ ജം ആക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. നമ്മളെ നീയത്തിന് അല്ലേ കൂലി? അങ്ങനെ നീയത്തിനല്ലേ കൂലി എന്ന് വെച്ചാൽ എന്നാ പിന്നെ ഉച്ചക്ക് 12 മണിക്ക് സുബഹി നിസ്കരിച്ചാൽ ശരിയാവോ? ഇല്ലല്ലോ. അതിന്റെ ഒരു സമയം കൂടി ഉണ്ടല്ലോ, നിസ്കാരത്തിന്റെ ഒരു സമയം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കേണ്ടതാണ്. അപ്പൊ അതിന് ആ സമയവും കാര്യങ്ങളും റബ്ബ് പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. നിയത്തിനാണ് കൂലി, ശരിയാണ്. പക്ഷെ ഇവിടെ നിയത്ത് മാത്രം നോക്കിയാൽ പോരാ, നിയത്ത് അത് ചെയ്യേണ്ട സമയത്തിനോട് അതിന്റെ രൂപത്തിനോട് കൂടി യോജിച്ചു വരണം. അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഇബാദത്തായി മാറുക. ജമാഅത്തിരിക്കുമ്പോഴേ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടാണ് മാമൂല് ഫാത്തിഹ ഓതുക അല്ലേ? അങ്ങനല്ലേ? ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇമാമിന് ഫാത്തിഹന്റെ കൂടെ നമുക്ക് ഓതാം. ഇനി അതല്ല, ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം അല്പസമയം നിശബ്ദമായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ സമയത്ത് ഓതാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഫുഖഹാക്കൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് ശേഷം ഫാത്തിഹ ഓതിയതിന് ശേഷം മൗനമായിട്ട് എന്നത് സ്വഹാബിമാർ പഠിപ്പിക്കുന്നില്ല. അപ്പൊ പ്രവാചകൻ ഓതുന്ന സമയത്ത് തന്നെയായിരുന്നു സ്വഹാബിമാരും ഓതിയിരുന്നത് എന്ന് ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇമാമിന്റെ കൂടെ തന്നെ നമുക്ക് ഓതാം. അതാണ് അതിന് ശരിയായ രൂപം. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പം മഅ്മൂമിങ്ങള് അതുപോലെ പറയാവോ? ഇല്ല, സമി അല്ലാഹു ലിമൻ ഹമിദ പറയണ്ട. റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ മതി. സമി അല്ലാഹു ലിമൻ ഹമിദ മഅ്മൂം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞു തെറ്റുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊരു തെറ്റോ കുറ്റകരമായ കാര്യമൊന്നുമല്ല. നിസ്കാരം ബാത്തിലാവുന്നില്ല, നിസ്കാരം ശരിയാവും. നമ്മള് ഈ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരത്തിന് വല്ല നെയ്യത്തുണ്ടോ? ജുമാക്ക് ശേഷമുള്ള സുന്നത്താണ് നിസ്കരിക്കണത് നമ്മളെ മനസ്സിൽ കരുതുക. മനസ്സിൽ കരുതിയാ മതി അല്ലേ? ശരി. രണ്ട് വെച്ച് രണ്ടിനും നമ്മ അങ്ങനെ നെയ്യത്ത് വെക്കണം, മനസ്സിൽ നമുക്ക് അവസാനിപ്പിച്ചാലോ? ഇൻഷാ അല്ലാഹ്.
ഓക്കെ, ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണത്. ഞാൻ യാത്രയിലാണ്, ട്രെയിനിലാണ് ഉള്ളത്. റേഞ്ച് ആ ഇങ്ങനെ ആ പോയി ആ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാ ശരി. എന്തായാലും റബ്ബ് ഖൈറിലാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും റഹ്മാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ أقول ما ആമീൻ. تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.